ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ് ട്രേഡർ. ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ നമ്മുടെ വിങ് ട്രേഡിൻ്റെ 8.1 വേർഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് എക്സാമ്പിളാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ 21 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ തന്നെ ഒരു 360 പോയിന്റുകൾ അടിച്ചു കയറിയ പോർഷനാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പല സാഹചര്യം, അതായത് പലപ്പോഴും മാർക്കറ്റിൽ ഇറങ്ങാൻ നോക്കിയെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് ഡൗൺ തരാതെ തിരിച്ചു കയറുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 2-3 ട്രേഡായിട്ട് ഒരുപാട് നമുക്ക് ഇന്നത്തെ നല്ലൊരു റിട്ടേൺസ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഡൗൺ ഇല്ല, തിരിച്ച് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ കറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ 8.1 വേർഷനിൽ തരുന്നുണ്ട്. അതിൽ ഇന്നത്തെ എക്സാമ്പിൾ ഇപ്പം ലൈവ് നടക്കുന്ന ക്രൂഡ് ഓയിൽ തന്നെ കാണാം. മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ്. നമുക്ക് ലേറ്റസ്റ്റ് സെൽസിക്കൽ പ്രകാരം 10-41 പോയിന്റ് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. 3 ടാർഗറ്റ് അടിച്ച പോർഷനാണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴും ഡൗൺ ഇറങ്ങുകയാണ്. എന്നാൽ പല മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആയിരുന്നു. എന്നാൽ നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. മാർക്കറ്റ് സെൽ സൈഡ് തന്നെയാണ്, നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ഈ റെഡ് കളർ ഡൗൺ ആരമാണ് സെൽ ഇൻഡിക്കേഷൻ, ഗ്രീൻ കളർ അപ്പ് ആരമാണ് ബൈ ഇൻഡിക്കേഷൻ. അപ്പോൾ ഇതിൽ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും. ഇപ്പോൾ ലാസ്റ്റ് സെൽ വന്നത് 11:30-ക്കാണ്. 21 നമുക്ക് ഇന്ന് കൊടുത്ത സിഗ്നലാണ്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് അലേർട്ട് ഇൻഡിക്കേഷൻ തരും. അതോടൊപ്പം നമുക്ക് ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ്, അതായത് എക്സ്ട്രാ കളർ വഴി നമുക്ക് സൈഡ് വേസ് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം നമുക്കൊരു ഡൗണിഷ് സൈഡ് ഇല്ലെങ്കിൽ നമുക്ക് താഴത്തെ സോൺ അവിടെ കാണിച്ചു തരത്തില്ല. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ സിഗ്നൽ പ്രകാരം നോക്കിയാൽ കാണും, ഇവിടെ ഒരു സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ വേസ് നോക്കി ഇവിടെ ഒരു ഇറക്കം നടക്കുന്നുണ്ട്. പക്ഷേ താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് തിരിച്ചു കയറുന്ന അവിടെ പറയുന്നുണ്ട്, കാരണം അവിടെ പ്രോപ്പർ ഡൗൺ നടക്കുന്നില്ല. അപ്പോൾ പക്ഷേ ഇന്നത്തെ ട്രേഡ് നോക്കുമ്പോൾ താഴെ ഓൾറെഡി റെഡ് ഉണ്ട്. അതേസമയം ക്യാൻഡിൽ കളറും റെഡ് ആയി. അപ്പോൾ കറക്റ്റ് സമയത്ത് സെല്ല് നടന്നപ്പോൾ ഇവിടെ മാച്ചായി. താഴെ ഇപ്പോഴും റെഡ് തന്നെ കണ്ടിന്യൂഷൻ ആണ്. അത് കാരണം ധൈര്യമായിട്ട് നമുക്ക് ആ പോർഷൻ ഹോൾഡ് ചെയ്യാം. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വന്ന പോർഷൻ അങ്ങനെയായിരുന്നു. ബൈ ഇൻഡിക്കേഷൻ മോർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ പോർഷൻ രാവിലെ നമുക്ക് തന്നത് ബ്ലൂ ഇൻഡിക്കേഷൻ ആയിരുന്നു. താഴെ ഗ്രീൻ വന്ന സമയത്ത് മേളിൽ ഗ്രീൻ വന്നപ്പോൾ അവിടെ തേർഡ് ക്യാൻഡിൽ ഫോർത്ത് ക്യാൻഡിൽ നമുക്ക് കൺഫേം ആയി അവിടെ നിന്ന് കയറിപ്പോയി. അപ്പോൾ അവിടുന്ന് ഒറ്റയടിക്ക് കയറ്റി 360 പോയിന്റോളം നമുക്ക് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കയറ്റുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 2 പ്രാവശ്യം സെല്ല് തന്നെങ്കിലും ലൈൻ മാത്രം റെഡ് ആയതിലാണ്. താഴത്തോട്ട് അത് മാറിയിട്ടില്ല. അതിനകത്ത് അവിടെ ഒരു സെൽ ഇൻഡിക്കേഷൻ ഇല്ല. കാരണം സെൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് റെഡുമായിട്ട് താഴെയും മേളിലും മാച്ച് ആവും. അത് നടന്നാൽ മാത്രമേ അവിടെ ഒരു ട്രേഡ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഫസ്റ്റ് വന്ന സെല്ലും അത് ഡൗണിഷ് പോയെങ്കിലും താഴെ മാറിയില്ല. എഗെയിൻ മാർക്കറ്റ് തിരിച്ചു കയറി. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ലാസ്റ്റ് പിന്നെയും കയറി. അപ്പോൾ ചെറിയ ട്രേഡുകളാണ് നമ്മൾ, അതായത് പെട്ടെന്ന് ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന പോർഷൻ നമുക്ക് സ്കാൽപ്പിംഗ്, അതായത് 1 മിനിറ്റ് വഴി നമുക്ക് ട്രേഡ് എടുക്കാം. അവിടുന്ന് പെട്ടെന്ന് നമുക്ക് എൻട്രി എക്സിറ്റും കിട്ടും. ലാസ്റ്റത്തെ ട്രേഡ് പ്രകാരം നോക്കുമ്പോൾ 1 മിനിറ്റിൽ 100 പോയിന്റുകൾ അടിച്ചു കയറിയ പോർഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് വന്നത്. അവിടുന്ന് നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് റെസിസ്റ്റൻസിന്റെ ലെവലും പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ലാസ്റ്റ് നല്ലൊരു പോർഷൻ 100 പോയിന്റോളം അടിച്ചു കയറി നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് എടുക്കുന്നവർ കൺസേൺ സ്ട്രൈക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൺസേൺ സ്ട്രൈക്ക്, നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് പറഞ്ഞെടുക്കുക. അതിൽ 56 400 56 400 800 800 അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ചാർട്ട് എടുക്കാൻ പറ്റും. അതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചാർട്ട് വിൻഡോ, അതേപോലെ ടൈം ഫ്രെയിം മിനിറ്റ് വൈസ് സെറ്റ് ചെയ്യുക. അതേപോലെ 8.1 ഓപ്ഷൻസ്. ഇതിൽ ലാസ്റ്റ് ഒന്ന് ട്രേഡ് പോരാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽസ് മേളിൽ തന്നിട്ടുണ്ട്. അതിൽ അപ്രോക്സിമേറ്റ് 475 സിഗ്നൽ തന്നു. ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് ഈ ക്യാൻഡിൽ നമുക്ക് പിടിക്കാമായിരുന്നു. അവിടുന്ന് 474 പിക്ക് ചെയ്തതാണ്. അവിടുന്ന് മാർക്കറ്റ് 538 വരെ, അതായത് ഇവിടുന്ന് ഒരു കയറ്റം കയറി ഒരു ഡിപ്പ് വന്നായിരുന്നു. ആ ഡിപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അവിടുന്ന് ഒറ്റയടിക്ക് കയറി പോയിട്ടുണ്ട്. അവിടുന്ന് ഒറ്റയടിക്ക് കയറി അപ്രോക്സിമേറ്റ് 538 ഒക്കെ വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഒരു ഇറക്കം സംഭവിച്ചത്. അപ്പോൾ അത് നല്ലൊരു ട്രേഡായിരുന്നു. നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം കാത്തിരുന്നില്ല. 2:45 വന്ന ട്രേഡാണ്. അവിടുന്ന് ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് ട്രേഡുകൾ എപ്പോഴും മോർണിംഗ് സെക്ഷനിൽ 11 o'clock മുമ്പേയും നമുക്ക് ഈവനിങ്ങിൽ ക്ലോസിംഗിൽ 1 മണിക്കൂർ മുമ്പേ നമുക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു ട്രേഡ് മെറിറ്റ് വൈസിലൂടെ നമുക്ക് എളുപ്പം കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം ഈ സ്ട്രാറ്റജി, ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, ഇതിൽ ഇൻട്രാഡേ സ്കാൽപ്പിംഗ് എല്ലാ ട്രേഡുകളും നമുക്ക് സെറ്റപ്പ് ചെയ്യാം, സ്വിംഗ് വരെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യും. താങ്ക് യു.